പോയിട്ട് വായോ, നോക്കി പോണേ. വൈച്ചു സർത്തിൻ്റെ ഗുളിക വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. ഭക്ഷണമൊക്കെ നേരത്തിന് കഴിക്കണേ അച്ചു. നീയും. എൻ്റെ അമ്മ, എല്ലാം സെറ്റാണ്. ഞങ്ങൾ ഇറങ്ങി. ഇല്ലേ, ലേറ്റാവും. ബൈ അപ്പ, പാട്ടി ബൈ. അവർ യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെ അവർ ഹോസ്റ്റലിൽ വന്നു. അവിടെ പാറു ആവനിയും ഉണ്ടായിരുന്നു. ഹായ് പാറൂസേ, എന്താടി സുഖല്ലേ? നിന്റെ ശിവൻ എന്ത് പറയുന്നു? വൈച്ചു പാറുവിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. ഓഹോ സുഖം മോളൂസേ. അല്ല, അവിടെ പോയിട്ട് എന്തായി? അല്ലടി, അമ്മ ഒന്നും തന്നയച്ചില്ലേ? അച്ചുവിൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി നോക്കാൻ തുടങ്ങി അനിവി. എൻ്റെ പൊന്നു ആവിനി കുട്ടി, നിനക്കുള്ളത് അമ്മ സ്പെഷ്യൽ എടുത്തിട്ടുണ്ട്. ഓ, അമ്മയ്ക്ക് എന്നെ നന്നായി അറിയാം. അല്ല മോളെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ഒരു ന്യൂസ് അറിഞ്ഞല്ലോ. വൈച്ചു ആവിനിയെ നോക്കി പറഞ്ഞു. എന്ത് ന്യൂസ്? ഓഹോ, ഒന്നും അറിയാത്ത കുട്ടി, സത്യം പറയടി. ഞങ്ങൾ ഇല്ലാത്തപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? അതെ, ഞാനും കിച്ചനും തമ്മിൽ അവൻ എന്നോട് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും അവനോട് ഇഷ്ടമല്ലേ? എടി കള്ളി, എനിക്ക് മുന്നേ ഒരു സംശയമുണ്ടായിരുന്നു. ഇപ്പോഴേലും പറഞ്ഞല്ലോ. ആഹാ പാറൂസേ, പണ്ടേ ക്ലാസ്സിലേക്ക് പോണല്ലോ. നീ ആരെ നോക്കി നിൽക്കുക? പോയി റെഡിയാവടി മാക്രി. അയ്യടാ, എനിക്ക് ഇനി ഇത് മാറാൻ ഒന്നും വയ്യ. വായോ പോവാം. ബ്ലൂ നിറത്തിൽ കസവിൻ്റെ പട്ടുപാവാട ആയിരുന്നു വൈച്ചുവിൻ്റെ വേഷം. മുടി മൊടഞ്ഞു കെട്ടി സൈഡിലേക്ക് ഇട്ടേക്കണു. ഒരു ചന്ദനക്കുറി മാത്രം. അത്രയ്ക്ക് ഐശ്വര്യമുണ്ടായിരുന്നു അവളെ കാണാൻ. ഹോ, എന്നാ വായോ എൻ്റെ സുന്ദരി. അച്ചു, നീ ഇന്ന് പോണില്ലല്ലോ? ഏയ് ഇല്ല. അതേ വൈച്ചു, ഈ പെണ്ണ് ദേ കിച്ചനെ കാണാൻ പോവുകത്രേ. നീ ഇച്ചനോട് ഇങ്ങ് വരാൻ പറയണേ. പറയാലോ. എന്നാ വൈച്ചു അച്ചുമ്മ. അവർ യാത്ര പറഞ്ഞിറങ്ങി. അത് എത്ര ദിവസത്തിനു ശേഷം കോളേജിൽ ഒന്ന് കാണുന്നു. അയവ, കാർത്തിയേട്ടൻ വിളിച്ചില്ലടി? ഓഹോ, ആൾക്ക് ഭയങ്കര ജാടയാ. നമ്മളെ ഒന്നും വിളിക്കില്ലല്ലോ. ഓഹോ, നിന്റെ ശിവേട്ടൻ വരുന്നു. ഇത് ആരിത്? വൈച്ചൂസോ? സുഖാണോടി? ഒരു വിവരമില്ലല്ലോ. വീട്ടിൽ പോയി ഇന്ന് വന്നേ ഉള്ളൂ ശിവേട്ടാ. എന്താ അവിടെ വല്ല വിശേഷം? ഏയ് ചുമ്മാ പോയതാ. നിങ്ങൾ സംസാരിക്ക്, ഞാൻ നിച്ചായനെ ഒന്ന് നോക്കട്ടെ. ഓഹോ, എന്തിനാ മോളെ വളച്ചൊടിക്കുന്നേ? രുദ്രേട്ടനെ നോക്കാനാണെന്ന് പറഞ്ഞൂടെ? ഒന്ന് പോ ശിവേട്ടാ, അയാളെ ആർക്ക് വേണം? അതും പറഞ്ഞ് അവൾ നടന്നു. ഇച്ചായോ? വൈച്ചു വിളിച്ചത് കേട്ടതും രുദ്രനും ജോണും തിരിഞ്ഞു നോക്കി. അവളെ കണ്ടതും രുദ്രൻ ഫോണിൽ നോക്കിയിരുന്നു. ആഹാ, വന്നോ വൈച്ചുട്ടി? അല്ല, നല്ല സുന്ദരിക്കോതയായിട്ടില്ലോ. ആണോ? ആടിക്കുരിപ്പേ, ശരിക്കും സൂപ്പറായിട്ടുണ്ട് അല്ല കാർത്തി? അവൻ നോക്കിയതും അവൾ മുഖം തിരിച്ചു. എടാ, നിങ്ങൾ സംസാരിക്ക്. ജോൺ പോവാൻ നിന്നു. പിന്നെ ഇച്ചായ, അച്ചു ചോദിച്ച് ഹോസ്റ്റൽ വരെ വരുമോ എന്ന്. ദേ പോയി. എടാ ഞാൻ പോയിട്ട് വാ. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. ക്ലാസ്സിൽ കയറാൻ അവൾക്ക് തോന്നിയില്ല. ഓ, എന്ത് മനുഷ്യനാ ഇയാൾ. നന്നായി ഒരുങ്ങി വന്നിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എപ്പോഴാ വന്നെന്ന് പോലും. എൻ്റെ കൃഷ്ണ, ഇയാളെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു. അവൾ മനസ്സിൽ പറഞ്ഞു. ലൈബ്രറിയിൽ കയറി ഡോറിൻ്റെ അവിടെ എത്തി. ആരോ വരുന്ന പോലെ തോന്നിയതും അവൾ ഒന്നു നിന്നു. എന്നാൽ ആരും ഉണ്ടായില്ല. അവൾ ഒന്നുകൂടെ ശ്വാസം എടുത്ത് നടന്നു. പെട്ടെന്ന് ഇടുപ്പിലൂടെ ഒരു കൈ ചുറ്റി അവളെ എടുത്തു കൊണ്ടുപോയി. അവൾ നിലവിളിക്കാൻ നിന്നതും കൈ കൊണ്ട് അവളുടെ വായ പൊത്തിയിരുന്നു. ആഹാ, മിണ്ടാതിരിക്കടി പുല്ലേ, ഞാനാ. ആളെ മനസ്സിലായതും പെട്ടെന്ന് അവൾ ആ കൈയിൽ കടിച്ചു. ആഹാ, അവൻ പെട്ടെന്ന് കൈയെടുത്തു. ഓഹോ, താനായിരുന്നോ? എന്താടി ഒരു പുച്ഛം? ഡി, നിന്നെ ഞാൻ. പെട്ടെന്ന് അവളെ ചേർത്ത് നിർത്തിയതും ശ്വാസം എടുക്കാൻ പോലും അവൾ മറന്നുപോയി. കണ്ണുകൾ തമ്മിൽ കൊരിഞ്ഞു പോയിരുന്നു. ഇന്നു എൻ്റെ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾ ഒന്ന് പിടഞ്ഞുപോയി. വൈച്ചു? അവളുടെ നെറ്റിയിൽ ഒരു ചുടുചുംബനം നൽകി അവൾ നാണത്താൽ തല താന്നുപോയി.
അവൻ ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അവൻ്റെ ശ്വാസം കൂടുതൽ മുഖത്തേക്ക് അടുക്കും തോറും അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു വന്നു. അവനിൽ നിന്നും ഒരു പ്രതികരണമില്ലാതെയായപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. അവളെ തന്നെ നോക്കി ചിരിക്കുന്ന രുദ്രനെ കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി. അയ്യേ പോട മരപ്പട്ടി, അവൻ ചിരിച്ചു. അവർ ഒന്നുപോലെ ചിരിച്ചു. വാ, നമുക്ക് അവിടെ ഇരിക്കാം. അവൻ്റെ കൈകൾ കോർത്ത് അവൾ അവിടെ ഇരുന്നു. മരത്തിൻ്റെ ചോട്ടിലിരുന്നു. വൈദു, നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? വേറെ ആളെ കിട്ടും. വൈദു, നീ ഇല്ലേ എൻ്റെ ജീവൻ തന്നെ പോവും. ഹോ എൻ്റെ കൃഷ്ണ, എനിക്ക് ഇനി മരിച്ചാലും വേണ്ടില്ല. രുദ്രേട്ടൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഒക്കെ വന്നല്ലോ. അവൻ ഒന്ന് ചിരിച്ചു. ഡി, കാര്യം പറ. എനിക്ക് ഉറപ്പാ എൻ്റെ അപ്പൂസ് സമ്മതിക്കും. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടണം. ശരിക്കും? നീ ഇറങ്ങി വരുമോ? ഇല്ല, അപ്പൂസ് സമ്മതിക്കും രുദ്രേട്ടാ. ഇല്ലേ, സമ്മതിക്കുന്നവരെ ഞാൻ കാത്തിരിക്കും. ഒളിച്ചോടാമെന്ന് പറയാൻ എളുപ്പാ. എന്നാ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അതിന് ഞാൻ നിന്നെ വന്നു വിളിച്ചാലല്ലേ? ഞാൻ വിളിക്കില്ല വൈദുട്ടി. എനിക്ക് എൻ്റെ അച്ഛനെ സ്നേഹിക്കാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ല. നിൻ്റെ അച്ഛൻ ഇന്ന് പറഞ്ഞ എൻ്റെ അച്ഛനും കൂടെയല്ലേ? അതുപോലെ എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിൽ നമ്മളെ പിള്ളേരും അങ്ങ് എല്ലാവരും സുഖമായിട്ട് ജീവിക്കും. എല്ലാവരുടെയും സമ്മതമില്ലാതെ ഞാൻ നിന്നെ സ്വന്തമാക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ. രുദ്രേട്ടാ, എന്ത് പുണ്യം ഞാൻ ചെയ്ത് നിങ്ങളെ കിട്ടാൻ. ലവ് യു സോ മച്ച്. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. പോടി, കളിക്കാതെ. രുദ്രേട്ടാ, അതെ. ആ പറയ്. അതില്ലേ? എന്താടി കുരിപ്പേ? അതെ, എനിക്കൊരു ഉമ്മ തരുമോ? അവൻ അവളുടെ കവിളിൽ മാറി മാറി ഉമ്മ കൊടുത്തു. രുദ്രേട്ടാ, നിങ്ങളെ ഞാൻ എത്രയോ മിസ് ചെയ്തെന്നോ അറിയോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവൻ്റെ മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. എന്താടി ആയെ, കണ്ണു തുടച്ചേ. പോ മനുഷ്യ. അവൾ അവൻ്റെ നെഞ്ചിൽ തല ചെവിച്ചു നിന്നു. അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒരിക്കലും ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. അവരെ തന്നെ നോക്കി പകയായിരുന്ന കണ്ണുകൾ അവർ കണ്ടില്ല. അച്ചു, എന്തിനാടി വരാൻ പറഞ്ഞ്? കോളേജിൽ പോയില്ലല്ലോ. വായേ എൻ്റെ കൊച്ചിന്. ജോൺ അച്ചുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു നിന്നു. എന്താ അച്ചൂസേ? ഒന്നുമില്ല, ഭയങ്കര മിസ്സിങ്. കുറേ നാൾ കാണാതിരുന്ന ഫീല്. അതാ വരാൻ പറഞ്ഞേ. ലവ് യു ഇച്ച. എന്നെ ഇട്ടേച്ചു പോവോ ഇച്ച? എന്താടി ഇത്? നിനക്കറിയാലോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? എനിക്കറിയാം, എന്നാലും ഒരു എന്നാലുമില്ല. ഇനി അങ്ങ് ചോദിച്ചാ ഉണ്ടല്ലോ. ചോദിച്ചാ നിന്നെ ഞാൻ പറഞ്ഞു തീരും മുമ്പേ. അവൻ അവളുടെ ആദരങ്ങൾ കവർന്നിരുന്നു. അല്പനേരത്തിന് ശേഷം അവൻ അവളെ മോചിപ്പിച്ചത്. അവൻ അവളുടെ കണ്ണുകൾ നോക്കി നിന്നു. അച്ചൂസേ, പോട്ടെ ഞാൻ? പോണോ ഇച്ച? പോണ്ടേ? അവൻ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അയ്യോ പൊക്കോ, അല്ലേ ശരിയാവില്ല. അവൾ അവനെ തന്നെ നോക്കി പറഞ്ഞു. എന്താടി നിനക്ക്? എന്നെ തീരെ വിശ്വാസമില്ലേ? ഉണ്ടേ, എൻ്റെ ഇച്ഛനെ അല്ലാതെ വേറെ ആരെയാ എനിക്ക് ഇത്ര വിശ്വാസം? ഓഹോ, പോവാൻ നോക്ക് മനുഷ്യ. എന്നാ ശരി, പോവാ. ബൈ, നാളെ കാണാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അച്ഛാ, കാർത്തികയും ജോണും ഇങ്ങോട്ട് വരുന്നു. എന്തോ എനിക്ക് കാർത്തിയെ ഫേസ് ചെയ്യാൻ ഒരു മടി. എന്തിനാ മോളെ? അങ്ങനെയൊന്നും അല്ല. മോൾക്ക് അവനോട് ഒരു ഇഷ്ടം തോന്നി. എന്നാൽ അവന് വേറെ ഒരു കുട്ടിയെയും. അതിൽ മോളുടെയോ അവൻ്റെയോ ഒരു തെറ്റുമില്ല. പിന്നെ എന്തിനാ ഈ മടി? ഞാനാ അവരോട് വരാൻ പറഞ്ഞത്. അച്ഛാ, അച്ഛൻ്റെ മോള് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? വിധിച്ചത് മാത്രം കിട്ടുള്ളൂ വൈദേഹി. ആ കുട്ടിക്ക ഈ ജന്മത്തിൽ രുദ്രനെ വിധിച്ചത്. ആഹാ, എൻ്റെ കുട്ടി വിഷമിക്കണ്ട. വൈദേഹി, അവൾ ഒരു പാവ അച്ഛാ. എനിക്ക് സങ്കടം. അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല. ജോണും വൈദേഹിയും കാർത്തിയും അങ്ങ് പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ സമനില തെറ്റുന്നത് പോലെ തോന്നി. പിന്നെ അച്ഛൻ പറഞ്ഞതാ ശരി. ഇന്നേ വരെ കാർത്തി എന്നെ തെറ്റായിട്ട് നോക്കിയിട്ടില്ല, കൂടെയില്ല. അവൻ്റെ മനസ്സിൽ
ഞാൻ അവൻ്റെ പെങ്ങളാണ്. എനിക്ക് മാത്രം തോന്നിയ പ്രണയം അത് ഇനി എന്നിൽ തന്നെ നിന്നോട്ടെ. ഇനി മുതൽ ഞാൻ അവൻ്റെ പെങ്ങളാവാൻ പോവുക. മോളെ, അച്ഛൻ പേടിക്കണ്ട. എനിക്ക് ഇപ്പോൾ സങ്കടമൊന്നുമില്ല. പിന്നെ അവരോട് എന്തിനാ വരാൻ പറഞ്ഞേക്കുന്നേ? അത് പ്രവീൺ അവനെ പറ്റി പറയാൻ. ഓഹോ, ആഹാ, അവർ വന്നെന്ന് തോന്നുന്നു. കാവ്യ പുറത്തേക്ക് പോയി. രുദ്രൻ കണ്ടതും കാവ്യ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. പെട്ടെന്ന് ജോൺ വന്ന് തട്ടിയതും അവൾ അവരെ നോക്കി ചിരിച്ചു. എന്താടി കിളി പോയ പോലെ നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ലടാ, വായോ. ഒന്നുമില്ലേ? എന്താടാ കാർത്തി അവിടെ തന്നെ നിൽക്കുന്നേ? വായോ. കാവ്യൻ്റെ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്താ അച്ഛാ പെട്ടെന്ന് വരാൻ പറഞ്ഞ്? കാർത്തി വിനയത്തോടെ ചോദിച്ച് ജോൺ അവരെ നോക്കി നിന്നു. അത് കാവ്യക്ക് ഒരു ആലോചന. കാവ്യൻ്റെ അമ്മൻ്റെ കുടുംബത്തിലെ ഒരു പയ്യനാ പ്രവീൺ. അപ്പോൾ പൊളിച്ചു. എന്താ ജോലി? അവളെ പോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫസർ ആണ്. നന്നായി ആലോചിച്ചിട്ട് നോക്കിയാൽ മതി. ആഹാ, തിരക്കേടില്ലാത്ത ബന്ധം. അതും പറഞ്ഞിരിക്കെ കാവ്യ അവർക്ക് കുടിക്കാൻ ജ്യൂസുമായി വന്നു. ഇത് കുടിച്ചിട്ട് ഇനി സംസാരിക്കാം. എന്താടാ മാക്രി ആലോചിക്കുന്നേ? കാവ്യ ജോണിൻ്റെ തലക്ക് തട്ടി ചോദിച്ചു. ഏയ്, നിന്നെപ്പറ്റി ആലോചിച്ചതാ പൊന്നെ. എന്താടാ? പൊടി. അല്ല, അമ്മ എവിടെ? കാവ്യയെ നോക്കി രുദ്രൻ ചോദിച്ചു. അമ്മ അവൻ്റെ വീട്ടിൽ പോയിക്കുക. കാർത്തി, എന്താടാ? സുജമ്മക്കും മീനമ്മക്കും എന്തു പറയുന്നു? സുഖല്ലേ? പിന്നെ സുഖം. നിനക്ക് അവിടേക്ക് ഒന്നും വന്നൂടെ? ആഹാ, വരണം. ഇത് കുടിക്ക്. ആഹാ, നിങ്ങൾ സംസാരിക്ക്. അതും പറഞ്ഞ് അയാൾ എണീറ്റ് പോയി. എന്തുപാടി ഒരു പരിഭവം? കാവ്യ ഒന്നും മിണ്ടാത്തതിന് കണ്ട് രുദ്രൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ പൊട്ടാ, അവൾ അവൻ്റെ തലയിൽ തട്ടി പറഞ്ഞു. ആഹാ, ഇപ്പോൾ സെറ്റ്. അല്ല, എന്താടി അച്ഛൻ പറഞ്ഞേ? കല്യാണം? ഓ, എന്താടാ നിനക്ക് കല്യാണം കഴിച്ചൂടെ? പ്രവീൺ എന്നാ പേര്. പിന്നെ ആള് ഒരു പ്രൊഫസറാണ്. ഒരു പാവം. ഓ, സപ്പോർട്ട്. പോടാ. എന്താടി പെട്ടെന്ന്? രുദ്രൻ ചോദിച്ചു. പെട്ടെന്നോ? എനിക്കിപ്പോൾ വയസ്സായി മോനെ. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് തുടങ്ങി. ഒറ്റ മോളല്ലേ ഡാ. എത്ര നാളെന്ന് വെച്ചാ? പിന്നെ നമുക്ക് ഇഷ്ടമായ ആളെ കിട്ടണമെന്നുമില്ലല്ലോ. ഓ, എന്നാ ഞങ്ങൾ ഇറങ്ങാം. അച്ഛനോട് പറയ് ഞങ്ങൾ പോയി എന്ന്. ശരി എന്നാ. ആഹാ, ശരി. കോളേജ് വെച്ച് കാണാം. ആടി, ബൈ. അവർ പോകുന്നത് നോക്കി കാവ്യ നിന്നു. എടാ കാർത്തി, പാവം ഉണ്ടല്ലേ കാവ്യ. ഞാൻ വിചാരിച്ചത് നീ അവളെ കെട്ടുമെന്നോ. എൻ്റെ മനസ്സിൽ ആദ്യത്തെ അവസാനത്തെ പെണ്ണ് അത് എൻ്റെ വൈച്ചു ആവും ഡാ. അവളെ കണ്ട അന്ന് മുതൽ അവൾ എൻ്റെ ആരൊക്കെയോ ആണ് എന്ന് തോന്നി. പിന്നെ അവളോട് അടി ഉണ്ടാക്കിയതും ഉടക്കിയതും എല്ലാം ഞാൻ ആസ്വദിച്ചു. എൻ്റെ ദേഷ്യം അവളുടെ മുന്നിൽ അലിഞ്ഞു പോകുന്നത് പോലെ. അതൊക്കെ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അവൾ കൂടെയുള്ള ഓരോ നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു. എൻ്റെ വൈച്ചുവിനെ പോലെ ആരാ ഉണ്ടാവുക? ഉറുമ്പി. പിന്നെ കാവ്യ, അവൾ എന്നും എൻ്റെ അനിയത്തിയാവും. ഒരു പക്ഷേ വൈച്ചു ഇല്ലെങ്കിലും പോലും. എടാ കള്ള, ഇത്രയൊക്കെ ഇഷ്ടമുണ്ടായിട്ട് നീ എന്തിനാ ഇത്രയ്ക്ക് വൈകിച്ചേ? അവളെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ പറയായിരുന്നില്ലേടാ? ഞാൻ ഓടിച്ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ വിചാരിക്കും ഞാനൊരു കോഴിയാണെന്ന്. ഓഹോ, എടാ കലിപ്പ, നിനക്ക് പറ്റിയ പെണ്ണ് അവൾ. എൻ്റെ ജീവൻ അവൾ. എന്നെ നിയന്ത്രിക്കാൻ അവൾക്കേ പറ്റൂ. അതുപോലെ മനസ്സിലാക്കാനും. ഇത്തിരി കുറുമ്പുണ്ട് എന്നുള്ളൂ. ആള് പാവാ. പറഞ്ഞു തീരുന്നതും കുറുമ്പി വൈഫ് കോളിംഗ്. ആഹാ, വന്നല്ലോ, എടുക്ക്. പോടാ. ഒരു ചിരിയോടെ രുദ്രൻ കോളെടുത്തു. കാർത്തിയേട്ടാ. കരച്ചിലോട് ഉള്ള അച്ചുവിൻ്റെ സൗണ്ട് കേട്ടതും രുദ്രൻ ഒന്ന് ഞെട്ടി. എന്താ അച്ചു, നീ എന്തിനാ കരയുന്നേ? കാർത്തിയേട്ടാ, വൈച്ചു ഒന്ന് വേഗം വരുമോ? കരഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞു അച്ചു ഫോൺ കട്ടാക്കി. എൻ്റെ വൈച്ചു, എന്താടാ, എന്തു പറ്റി? അറിയില്ല. അച്ചു ആയിരുന്നു. അവൾ നല്ല കരച്ചിൽ. എൻ്റെ വൈച്ചു എന്ന് രുദ്രൻ ഉള്ളുപിടഞ്ഞു. ഏയ്, ഒന്നുമില്ല, വാ അങ്ങോട്ട് പോകാം. പെട്ടെന്ന് തന്നെ രുദ്രൻ ജോണും അങ്ങോട്ട് തിരിച്ചു. വൈച്ചു ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാതെ.